ഇക്കുന്നിൻ നെറുകയിൽ ഇത്തിരി നേരം ധ്യാനമഗ്നരായി നിൽക്കൂ. മൃത്യുവിൻ മുന്നിൽ നാടിന്റെ മാനം കാക്കുവാൻ ബലിപുഷ്പമായി പാതിച്ചൊരാ പക്ഷിതൻ ഓർമ്മയ്ക്കായി ഇക്കുന്നിൻ നെറുകയിൽ നർമ്മശീർഷരായി നിൽക്കേ മൃത്യുവിൽ നിന്നും നമ്മൾ അമൃതം കടയുന്നു. കൊല്ലം ചടയമംഗലത്തുള്ള ജഡായുപ്പാറയിലേക്കാണ് ഇന്നത്തെ യാത്ര. അതിന് മുന്നോടിയായിട്ട് അതിൻ്റെ താഴെയുള്ള ഒരു ചെറിയ പാർക്കാണിത്. ഇവിടെ നമ്മൾ വെഹിക്കിൾ പാർക്ക് ചെയ്തതിന് ശേഷം നേരെ ചെല്ലുന്നത് ജഡായുപ്പാറയിലുള്ള ആ പാർക്ക് കാണാനുള്ള ടിക്കറ്റ് എടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലെ കേബിൾ കാറിൽ വേണമെങ്കിൽ പോവാം, അതിനൊരു ചെറിയ ക്യാഷ് ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് നടന്ന് കയറാം. രണ്ട് ഓപ്ഷൻ ചൂസ് ചെയ്യാം. കേബിൾ കാർ വഴി കയറാൻ 200+ എത്രയാണ് പെർ ഹെഡ്. അതുപയോഗിച്ച് ഞങ്ങൾ അങ്ങനെ ഞാനും എൻ്റെ ഫാമിലിയുണ്ട് ഇങ്ങനെ ജഡായുപ്പാറയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര കുത്തനുള്ളൊരു കയറ്റമാണ്. അതിൽ ഈ കേബിൾ കാറുകൾ ഒരുപാടുണ്ട്. ഒത്തിരി ടൂറിസ്റ്റുകളും ഇവിടെ ഉണ്ട്. നല്ല രസമാണ്, നല്ലൊരു വൈബാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കൊല്ലം ജില്ലയിലെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. അത് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള കിഡിലനായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ അതുണ്ടോ കുറച്ച് ആളുകൾ കയറിയ ആളുകൾ തിരിച്ചു പോകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഏകദേശം ഒരു 5 to 10 minutes എടുത്തു ഇതിൻ്റെ ജഡായുപ്പാറയിലേക്ക് ഈ കേബിൾ കാറ് എത്താൻ. ഞങ്ങൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും സ്റ്റെപ്സ് താഴെ. ഇത് നിങ്ങൾക്ക് നടന്ന് കയറാനുള്ള സ്റ്റെപ്സാണ്. നടന്ന് കയറാൻ അത്യാവശ്യം ഉയരമുണ്ട്. അത്രയും സ്റ്റാമിന ഉള്ളവരും ആരോഗ്യമുള്ളവർക്കും മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഞാൻ കയറുന്ന ഏകദേശം 12 o'clock സമയമാണ് കേട്ടോ. നല്ല ചൂടുള്ള സമയമാണ്. പക്ഷേ അതിൻ്റെ മുകളിൽ വെയിലുണ്ടെങ്കിലും നല്ല കാറ്റാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ജഡായുവിൻ്റെ ആ ഒരു ഈ കാണുന്നതാണ് ആ പാർക്ക്. നോക്കും എന്തൊരു ഭംഗിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. നോക്കൂ, നല്ല ഭംഗി, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു സ്ഥലം. ജഡായുവിനെ കുറിച്ച് നിങ്ങൾക്ക് പലർക്കും അറിയുണ്ടായിരിക്കും. 64 ഏക്കറാണ് ഈ പാർക്കിൻ്റെ ആകെ വിസ്തീർണം താഴെ മുതൽ. സംവിധായകനായ രാജീവ് അഞ്ചലിൻ്റെ നേതൃത്വത്തിലാണ് ഈ പാർക്ക് ഇവിടെ നിർമ്മിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിനോദസഞ്ചാരത്തിൻ്റെ പദ്ധതിയാണ്. ഇവിടെ രാമായണത്തിലെ ജഡായുവിൻ്റെ പ്രതിമ, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പക്ഷിയുടെ പ്രതിമയാണിത്. ജഡായു രാവണ യുദ്ധം ജഡായു പാറയിൽ വെച്ചാണ് നടന്നത് എന്നാണ് വിശ്വാസം. വെട്ടേറ്റ് വീണ ജഡായുവിനെ ഓർമ്മപ്പെടുത്തേണ്ട വിധത്തിലാണ് ഈ ശില്പം. 200 അടി നീളവും 150 അടി വീതിയുമുള്ള ഈ 75 അടി ഉയരവുമുണ്ട് ഈ പക്ഷിശില്പത്തിന്. ഏകദേശം 100 കോടി ചിലവിലാണ് ഈ പാർക്ക് ഇവിടെ പണിതിരിക്കുന്നത്. ഇവിടെ 12D 6D തിയേറ്ററുകളുണ്ട്. അതുപോലെ തന്നെ മ്യൂസിയം ഉണ്ട്, അഡ്വഞ്ചർ സോൺ ഉണ്ട്, ആയുർവേദ റിസോർട്ടുണ്ട്. ഇതെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ്. പിന്നെ ജലത്തിൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് ജലശേഖരം, ഇവിടെ മഴവെള്ളം ശേഖരിക്കാനുള്ള വലിയൊരു സെറ്റപ്പ് ഉണ്ട്. സഞ്ചാരികൾക്ക് ഈ ശില്പത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാം. രാമായണ കഥയാണ് ഇതിൻ്റെ അകത്ത് വിവരിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ശീതീകരിച്ച നല്ല ക്ലൈമറ്റിനുള്ളിൽ നല്ല AC ഒക്കെ ഉണ്ട്. അതിൻ്റെ ഉൾവശത്ത് കൂടി സഞ്ചരിച്ച് കൊക്കു വരെ ചെല്ലാം. തുടർന്ന് പക്ഷിയുടെ കണ്ണിലൂടെ കാഴ്ചകൾ കാണാം. രാവണ ജഡായു യുദ്ധത്തിൻ്റെ 6D തിയേറ്റർ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മ്യൂസിയത്തിന് മുൻവശത്ത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ച ഒരു ശിലാഫലകമുണ്ട്. ചിറകറ്റു വീണ ജഡായുവിനെ പ്രകീർത്തിക്കുന്ന ONVയുടെ ഒരു കവിതയാണ്. 3 ഭാഷയിലുണ്ട്: മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. ഇക്കുന്നിൻ നെറുകയിൽ ഇത്തിരി നേരം ധ്യാനമഗ്നരായി നിൽക്കൂ. മൃത്യുവിൻ മുന്നിൽ നാടിൻ്റെ മാനം കാക്കുവാൻ ബലിപുഷ്പമായി പാതിച്ചൊരാ പക്ഷിതൻ ഓർമ്മയ്ക്കായി ഇക്കുന്നിൻ നെറുകയിൽ നർമ്മശീർഷരായി നിൽക്കേ മൃത്യുവിൽ നിന്നും നമ്മൾ അമൃതം കടയുന്നു. ONV കവിതകളിലെ ചെറിയ ചെറിയ ഭാഗങ്ങളാണിതൊക്കെ. എന്തായാലും അതിമനോഹരമായ അതിസുന്ദരമായ ജഡായുപ്പാറയിൽ നിന്നും ഫിറോസ് ഒറ്റപ്പാലം.